നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുന്റെ തെരച്ചിലിൽ നിർണായക വിവരം. ലോറി 8 മീറ്റർ താഴ്ചയിലുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകും. അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനടിയിൽ ലോഹവസ്തുവുണ്ടെന്ന് വ്യക്തമാക്കുന്ന സിഗ്നൽ ലഭിച്ചത്. 2 റഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചതാണ് പരിശോധിച്ചത്. തെരച്ചിൽ നിർണായക സിഗ്നൽ ലഭിച്ചെന്ന് സൈന്യം വ്യക്തമാക്കി. വിശ്വസനീയമായ സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. 5 മിനിറ്റിനകം തന്നെ സ്ഥിരീകരണം ഉണ്ടാകും. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന നടക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് വെല്ലുവിളി. ആശങ്കയായ മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. നേരത്തെ അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ ആഴത്തിൽ തിരച്ചിൽ നടത്തിവരികയാണ്. ഗംഗാവലി പുഴയിലും തിങ്കളാഴ്ച രാവിലെ മുതൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ മഴയും കാറ്റും ആരംഭിച്ചത് പുഴയിലെ തിരച്ചിലിനും വെല്ലുവിളിയാകുന്നുണ്ട്. കരസേന, നാവികസേനകളും NDRF, അഗ്നിരക്ഷാസേന, പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നടക്കം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരാണ് അർജുനായുള്ള തിരച്ചിലിനായി അങ്കോലയിലെ ദുരന്തഭൂമിയിൽ എത്തിയിരിക്കുന്നത്. തടി കയറ്റിയ ലോറിക്ക് ഏകദേശം 25 ടണ്ണിലേറെ ഭാരമുണ്ട്. ഭാരത് ബെൻസിന്റെ 12 വീൽ ട്രക്കിന്റെ ഏറ്റവും പുതിയ മോഡലാണ് അർജുൻ ഓടിച്ചിരുന്നത്. ഭാരത് ബെൻസിന്റെ ഈ ട്രക്കിന്റെ ഡ്രൈവർ ക്യാബിൻ സ്ട്രോങ് ആണെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. വിശാലമായ ക്യാബിൻ റൂമാണ് ഈ ട്രക്കിന്റെ പ്രത്യേകതയെന്നും ക്ലീനർ ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ലോറിയാണിതെന്നും ഈ മേഖലയിലെ ഡ്രൈവർമാർ പറയുന്നു. ശക്തമായ ബാറ്ററിയാണ് വാഹനത്തിലേത്. എഞ്ചിൻ ഓഫായാലും ഇഗ്നീഷൻ ഓൺ ആയിരിക്കും. എയർ സർക്കുലേഷൻ ലഭിക്കുന്ന വിധത്തിൽ പിന്നിൽ എയർ ഹോളുകൾ ഉള്ളതായും പ്രതീക്ഷയ്ക്ക് ബലം പകരുന്നുണ്ട്. ഇഗ്നീഷൻ ഓൺ ആണെങ്കിൽ AC പ്രവർത്തിക്കുമെന്നും ഈ വാഹനം ഓടിക്കുന്നവർ പറയുന്നു. ഗ്ലാസ് പൊട്ടിയിട്ടില്ലെങ്കിൽ മണ്ണ് കയറിയില്ല. ഭാരത് ബെൻസ് 26.3 ടൺ പെലോഡ് കപ്പാസിറ്റി നൽകുന്നു. മൊത്തം വാഹനഭാരം 35 ടണ്ണാണ്. ശിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ലോറിയോടൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അർജുന്റെ ലോറി കരയിലുണ്ടാകാൻ 99% സാധ്യതയില്ലെന്നായിരുന്നു ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. പിന്നീട് വാഹനം ഗംഗാവലി പുഴയിൽ ഉണ്ടാകാനാണ് സാധ്യതയെന്നും അവർ പറഞ്ഞു. അവ്യക്തമായ ചില സിഗ്നലുകൾ ലഭിച്ചുവെന്നായിരുന്നു അവർ പറഞ്ഞത്. മണ്ണിടിച്ചിലിന് 10 മിനിറ്റ് മുമ്പുള്ള അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ ഇന്ന് ലഭിക്കുമെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അർജുന്റെ ലോറി അപകട സ്ഥലത്തേക്ക് കടന്നുവെന്ന് CCTV പരിശോധനയിൽ വ്യക്തമായി. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കടന്ന് ലോറി പോയിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹർജി സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തു. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.